വനിതാ മതിലിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിലെ കുറച്ച് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് ഈ അറ്റൻഡൻസ് കൊടുക്കുന്നില്ല. കാര്യം അന്ന് ഇടതുപക്ഷമാണല്ലോ ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഇടതുപക്ഷത്തിൽപ്പെട്ട സ്ത്രീകളാണ്, പക്ഷേ ഇവരെ വിശ്വാസികളുമാണ് ഇവർ. അപ്പോൾ പാർട്ടി വിളിച്ചാൽ ഇവർക്ക് പോവുകയും വേണം, എന്നാൽ ഇവർക്ക് വിശ്വാസികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വനിതാ മതിൽ പങ്കെടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവർ പോകാത്തപ്പം ഇവരോട് ഇങ്ങനെ കുറച്ച് മോശമായിട്ട് കുറച്ച് പേർ പാർട്ടി പ്രവർത്തകരാ പാർട്ടിയിലുള്ളവരും ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാർ ഇത് ചെയ്തപ്പോൾ ഇവരിൽ കുറച്ച് പേര് വന്ന് എന്നോട് ഇങ്ങനെ പേഴ്സണലി പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പഞ്ചായത്തിൽ കയറി ഉണ്ടാക്കിയൊരു വലിയ വിഷയം ഇവർക്ക് വേണ്ടിയിട്ടാണ് കയറിയത്. അത് ഞാൻ അവസാനം എൻ്റെ കയ്യിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് കണ്ട ഘട്ടത്തിൽ ഞാൻ എൻ്റെ പേജിലൂടെ ഫേസ്ബുക്ക് അന്ന് എനിക്ക് വലിയ ഫോളോവേഴ്സ് ഒന്നും ഉള്ള സമയമല്ല, ഞാൻ സിനിമയ്ക്ക് എടുക്കുന്നതിന് മുമ്പുള്ള കഥയെ പറഞ്ഞു. ഞാൻ പ്രൊഫൈലിൽ ലൈവ് ഇടുന്നു. ആ ലൈവ് 5.5 ലക്ഷത്തിലധികം ആൾക്കാർ എൻ്റെ പ്രൊഫൈലിൽ കാണും. അപ്പം അവസാനം ഇവർ നിർബന്ധിതരാകുന്നു ഇവർക്ക് അറ്റൻഡൻസ് കൊടുക്കാനും ഇവരെ തിരിച്ചെടുക്കാനും വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ പണ്ടിങ്ങനെ കുറേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ തൊഴിലുറപ്പ് RT ഓഫീസിൽ അഴിമതി നടക്കുന്നു, ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നു, RT ഓഫീസ് ഉപരോധിക്കുന്നു. എൻ്റെ അടുത്ത് സാധാരണ ടാക്സി തൊഴിലാളികൾ വന്ന് പരാതി പറയാം, വെഹിക്കിൾമാർ കൈക്കൂലി മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ?